മുഖ്യമന്ത്രി വി.ഡി. സതീശനും 20 മന്ത്രിമാരും ഈ മാസം 18-നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇതേ സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നായിരുന്നു സർക്കാരിനെതിരായ ആദ്യ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതും. അത് വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപും ശേഷവും അന്ന് വന്ദേമാതരം ആലപിക്കപ്പെട്ടു. CPM ആയിരുന്നു ആ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു എന്നതായിരുന്നു അന്ന് ഉയർന്ന വിമർശനം. അതിൽ വി.ഡി. സതീശനെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിയും രൂക്ഷമായി വിമർശിച്ചുമായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണം. വി.ഡി. സതീശൻ സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നതാണ് ഉയർന്ന വിമർശനം. ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും സമാന വിവാദം ഉടലെടുത്തിരുന്നു. അതിനു പിന്നാലെയാണ് കേരളത്തിലും അതൊരു വലിയ വിഷയമായിട്ട് മാറിയത്. ഇനി വന്ദേമാതര ആലാപനത്തിലേക്ക് വന്നാൽ, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ 6 ചരണങ്ങളോടെ പൂർണ്ണ രൂപത്തിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ആലപിക്കണമെന്നും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നുമാണ് ചട്ടം. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ ഉത്തരവ്. എന്നാൽ അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയവും കേന്ദ്രം ഭരിക്കുന്ന BJPക്കുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പായിരുന്നു പ്രധാന ലക്ഷ്യം. ദേശീയ ഗീതമായ വന്ദേമാതരം എഴുതിയത് ബംഗാൾ സ്വദേശിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരത്തെ ആദരിക്കുന്നതിലൂടെ ബംഗാൾ വികാരത്തെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് വരുത്തി അതിലൂടെ വിഭാഗീയതയും മതപരമായ ഭിന്നിപ്പുമായിരുന്നു BJPയുടെ ലക്ഷ്യം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ് ദേശീയ ഗാനത്തിൻ്റെ പ്രാധാന്യത്തോടെ കോൺഗ്രസ് അംഗീകരിച്ചിരുന്നത്. ബാക്കി ഭാഗത്ത് മതപരമായ പരാമർശങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും ഹിന്ദുത്വയെ ഉയർത്തിപ്പിടിക്കുന്ന വരികൾ അതിൽ കാണാൻ കഴിയും. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നതാണ് മതേതര പാർട്ടികളുടെ കാലങ്ങളായുള്ള നിലപാട്. അതിനു വിരുദ്ധമായി കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചപ്പോൾ അത് CPMന് ആയുധമായിട്ട് മാറുകയായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പ്രതിരോധം തങ്ങൾക്കിത് സംബന്ധിച്ച അറിവ് ഉണ്ടായിരുന്നില്ല എന്നാണ്. സർക്കാരിൻ്റെ തുടക്ക മണിക്കൂറുകൾ എന്ന നിലയിൽ ആ വാദം അംഗീകരിച്ചു കൊടുക്കാം. എന്തായാലും അന്ന് സംഭവിച്ച ആ തെറ്റിന് ഇന്ന് സഭയിൽ തിരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും UDF സർക്കാരും. വി.ഡി. സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ നടന്ന ദിവസമാണിന്ന്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലോക്ഭവൻ സർക്കാരിന് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണം മാത്രമാണ് പോലീസ് ബാൻഡ് വായിച്ചത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് സ്പീക്കർക്ക് നൽകിയത്. അതായത് വന്ദേമാതരം മുഴുവനും ആലപിക്കേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രി എടുത്തതെന്ന് ചുരുക്കം. ഇതിലൂടെ CPMനുള്ള ശക്തമായ മറുപടി കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുമോ എന്നതും ശ്രദ്ധേയമാണ്. നിൽക്കാതെ CPMന് തരമില്ല എന്നത് വേറെ കാര്യം. ഇനി ലോക്ഭവന്റെ നിർദ്ദേശം നടപ്പാക്കാത്തതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് പ്രധാനം. ഇത് ഗവർണറും പുതിയ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കളമൊരുക്കിയേക്കാം. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർണ്ണമായും വായിച്ചാണ് മടങ്ങിയത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും പിന്നീട് നിലവിലെ ഗവർണറും ആയി നടന്ന രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ കേരളം മറന്നിട്ടില്ല. അന്ന് പ്രതിപക്ഷവും ശക്തമായ വിമർശനങ്ങൾ ഗവർണറുടെ പല നടപടികളിലും സ്വീകരിച്ചിരുന്നത് നാം കണ്ടിട്ടുണ്ട്. സംഘപരിവാർ അജണ്ട കേന്ദ്ര സർക്കാർ ഗവർണറിലൂടെ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നതാണ് ഒരേ സ്വരത്തിൽ UDFും LDFും പറയുന്നത്. പുതിയ സർക്കാരിൻ്റെ ആദ്യ അനുസരണക്കേടിനെ ഗവർണർ എങ്ങനെ നേരിടുന്നു എന്നത് സർക്കാരും ലോക്ഭവനും തമ്മിലുള്ള മുന്നോട്ടുപോക്കിൻ്റെ ഗതി നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല.